ഗുഡ് ഈവനിങ് കൊച്ചി. ഒരു സിനിമ എന്ന് പറയുന്നത് അത് തിയേറ്ററിലേക്ക് എത്തുമ്പോഴേക്കും പ്രേക്ഷകൻ നൽകുന്ന വിജയമാണ് അതിനേറ്റവും വേണ്ടത്. ഒരു മലയാള സിനിമ, നമ്മുടെ പ്രിയപ്പെട്ട സിനിമ എക്കോ റിലീസായിട്ട് ഇന്ന് 10ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ ഇതര ഭാഷക്കാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവർ ഭാഷാഭേദമന്യേ അംഗീകരിച്ച മലയാളത്തിൽ നിന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ചിത്രമായി എക്കോ മാറിയിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ പ്രേക്ഷകർ കാരണം. അതുകൊണ്ട് തന്നെ ഇന്ന് മനോരമ ഹോർത്തൂസ് വേദിയിൽ വന്യതയുടെ ലാവണ്യം, എക്കോ അണിയറയിൽ പ്രവർത്തിച്ച മിക്കവരും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ, എക്കോയുടെ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ, നമ്മുടെ തിരക്കഥാകൃത്തും അതിലുപരി എക്കോയുടെ ക്യാമറാമാനുമായ ബാഹുൽ, തുടരെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ തന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട താരം സന്ദീപ് പ്രദീപ്, മലയാളത്തിലായിക്കോട്ടെ സൗത്ത് ഇന്ത്യൻ സിനിമകളിലായിക്കോട്ടെ കിട്ടുന്ന വേഷങ്ങളൊക്കെ തന്നെ പ്രതിഭാധനായ ഇദ്ദേഹം ഫലിപ്പിക്കുന്നത് കയ്യടികളോടെ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നരേൻ, എക്കോയെ പൂർണ്ണതയിലേക്ക് എത്തിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു കടപ്പാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറാണ്. നമ്മുടെ എക്കോയുടെ പ്രൊഡ്യൂസർ ശ്രീ MRK ജയറാം. ഈ ചിത്രം അതിൻ്റെ കുറേ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ആ കഷ്ടപ്പാടുകളൊക്കെ താണ്ടി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാട്, ഇവരൊക്കെ ഇവിടെയുണ്ട്. ഒപ്പം ഈ ഹോർത്തൂസ് വേദിയിലേക്ക് എത്തിയ പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് സംവിധായകനോട് തന്നെ ചോദിക്കാവുന്നതാണ്. ശ്രീ ദിൻജിത്ത് അയ്യത്താൻ, മലയാള സിനിമയിൽ ഒരു പേര് വന്നു കഴിഞ്ഞാൽ സാധാരണ പ്രേക്ഷകന് പോലും അത് മനസ്സിലാകണം എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല പേരുകൾ വരുമ്പോഴേക്കും പേരിനല്പം കട്ടി കൂടിയാൽ ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പഴമൊഴി ഉണ്ടായിരുന്നു. അത് തിരുത്തപ്പെട്ടിരിക്കുകയാണ് കിഷ്കിന്ധാകാന്ഡത്തിലൂടെയും എക്കോയിലൂടെയും. സത്യത്തിൽ ഈ ചലഞ്ച് ഏറ്റെടുത്തതാണോ? ആദ്യമായി എക്കോയെ കൈയോടെ സ്വീകരിച്ചതിന് നന്ദി. എപ്പോഴും ഒരു ടൈറ്റിൽ, ഒരു പെർഫെക്റ്റ് ടൈറ്റിൽ ആലോചിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആസ് എ ഫിലിം മേക്കർ ഭയങ്കര ഒരു ടഫ് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ടൈറ്റിൽ തന്നെ ഒരു നമ്മൾ ഓഡിയൻസ് ഹൂക്ക് ചെയ്യണം. ആക്ച്വലി ആ ഒരു ടൈറ്റിൽ തന്നെ അവർക്കൊരു വ്യത്യസ്തത കിട്ടണം. എന്നാൽ കൂടെയാണ് നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് ഒരു പോസ്റ്ററിലേക്കോ ആ പടത്തിലേക്കോ കയറാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡായാലും എക്കോ ആയാലും നമ്മൾ ലാസ്റ്റ് ടൈമാണ് കിഷ്കിന്ധാകാന്ഡം പോലും പേര് വന്നത്. അപ്പോൾ ഈ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുമ്പം തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെല്ലാം ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ, പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മുന്നിലാണെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ ആ റിസ്ക് ഏറ്റെടുത്തു. അതേപോലത്തെ എക്കോ ഒരു ഇംഗ്ലീഷ് നെയിമാണ്. പക്ഷേ മലയാളികൾ യൂസ് ചെയ്യുന്ന ഒരു പ്രതിധ്വനി എന്ന് ആരും യൂസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു. അത് എക്കോ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിലും ഒരു വ്യത്യസ്തത തോന്നി. ധൈര്യത്തോടെയാണ് ചാലഞ്ച് ഏറ്റെടുത്തത്. പക്ഷേ ഇപ്പോൾ എക്കോ ആണ് ഏറ്റവും പെർഫെക്റ്റ് ടൈറ്റിൽ നിന്നാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് തന്നെ ചെയ്തതാണ്. ഞാൻ, നീ, നാം എന്ന് ഹോർത്തൂസ് വേദിയിൽ ഒരു ആപ്തവാക്യമായി നമ്മൾ പറയുമ്പോഴേക്കും തൻ്റെ സിനിമയിൽ തിരക്കഥാകൃത്ത് എന്നതിലുപരി ക്യാമറ കണ്ണുകളിലൂടെ അദ്ദേഹം കണ്ട് അത് പ്രേക്ഷകന് സമ്മാനിച്ച ശ്രീ ബാഹുൽ രമേശ്, സിനിമ വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും റിപ്പീറ്റ് വാച്ച് നടത്തി ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ, ഇതിൽ സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ പല വീഡിയോകളിലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. പലരും പല കുറിപ്പുകളോടെ എഴുതുന്നു. ആക്ച്വലി ഇത്രയും ഉത്തരങ്ങളൊക്കെ ബാഹുൽ രമേശ് പ്രതീക്ഷിച്ചിരുന്നു? ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് പ്രതീക്ഷേനേക്കാൾ ഒരു 100 ഇരട്ടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഇത് ഒരു കുറച്ച് ജനറസ് ഒരു മൈൻഡോട് കൂടി ആൾക്കാർ, അവരെന്തോ പാവങ്ങൾ, മറ്റേ പ്രാഞ്ചിയേട്ടനിൽ പറയുന്നില്ലേ, അവനൊരു തൃശ്ശൂർ പാവമല്ലേ, അവനത് രക്ഷപ്പെട്ടോട്ടെ എന്ന് തൃശ്ശൂർക്കാർ പറയൂ എന്ന് പറഞ്ഞ പോലെ ഇവരെന്തോ സിൻസിയറായിട്ട് ഓണസ്റ്റായിട്ട് എന്തോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടേക്കാം, വലുതായിട്ട് ഉപദ്രവിക്കേണ്ട എന്നുള്ളൊരു ജനറസ് മൈൻഡോട് കൂടി പ്രേക്ഷകരൊന്ന്
തലോടി വിട്ടേക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ളൊരു അപ്രീസിയേഷനും സ്വീകരണമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അതിനത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ റിവ്യൂ ആയിട്ടൊക്കെ ഒരു 1-2 വാചകത്തിലല്ല ഒതുക്കുന്നത്, ഒരു 1-1.5-2 പേജൊക്കെയുള്ള ഡീറ്റെയിൽഡ് കുറിപ്പുകളായിട്ട് അവരുടെ ഉള്ളിലുള്ള ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ അത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ലൈക്ക് ആ എഴുത്ത് തന്നെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, ഇവരൊക്കെ സിനിമയിലേക്ക് വരേണ്ടവരാണല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്തായാലും താങ്ക്ഫുൾ. പണ്ട് മലയാള മനോരമയുടെ നടനം എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ അത് ഉദ്ഘാടനം ചെയ്ത ലാൽ സാറ് അഭിനേതാക്കൾക്ക് വേണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ആക്ടർ ആകണമെങ്കിൽ കോമൺ സെൻസ്, റിഫ്ലക്ഷൻ, റിയാക്ഷൻ, ഈ 3 ഘടകങ്ങളാണ് ആവശ്യമെന്ന്. എക്കോ എന്ന ചിത്രത്തിലൂടെ 3 ഘടകങ്ങളും 101% പൂർണ്ണമായി പ്രേക്ഷകന് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട താരം ആക്ച്വലി സന്ദീപ് പ്രദീപ് ഒരു റിസ്ക് തന്നെ എടുക്കുകയായിരുന്നു ഈ ചിത്രത്തിൽ. ഒരു റിസ്ക് തന്നെ എടുക്കുകയാണ്. ആക്ടിങ്ങിന്റെ എല്ലാ ഘടകങ്ങളിലും, ഇപ്പോൾ സംഘടന ആയിക്കോട്ടെ അല്ലാതെ ഇമോഷൻസിലായിക്കോട്ടെ, ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി ഒരു അഭിനേതാവ് എന്നുള്ളതിൽ ഒരു റിസ്ക് തന്നെ എടുത്തതാണോ ഈ ചിത്രം? തന്നെ എല്ലാവർക്കും നമസ്കാരം. അല്ല, ഇത് റിസ്ക് എന്ന് പറയുന്നത് സിനിമ തന്നെ ഒരു റിസ്ക് ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നതിലുള്ള റിസ്കിനേക്കാളും നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു റിസ്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, തിരഞ്ഞെടുപ്പ് തൊട്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് വരെ നമ്മൾ എല്ലാ സ്റ്റെപ്പും നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് വന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു പോകാം എന്നുള്ളൊരു ഒരു സ്റ്റേജ് ഓഫ് ആർട്ടാണ് സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ എക്കോയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ റിസ്ക് എടുക്കണം. നമുക്ക് എല്ലാ സിനിമയ്ക്കും ഈ എന്താ പറയുക, ഒരു റിസ്ക് എടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിക്കൊള്ളുന്നില്ല. അത് ട്രസ്റ്റോ നമുക്ക് ഈ ഡയറക്ടറിനോടും റൈറ്ററിനോടും അല്ലെങ്കിൽ എൻറ്റയർ ടെക്നീഷ്യൻ ആൻഡ് ക്രൂ അവരോടുള്ള ഒരു ട്രസ്റ്റാണ് നമുക്ക് ആ റിസ്ക് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാര്യം നമ്മൾ ചെയ്യുന്ന റിസ്ക് അത് കാണണം, നമ്മൾ പുറത്ത് അതിൻ്റെ റിസൾട്ടായിട്ട് വരണം. അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ടീമിനെ നമുക്കത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് റിസ്ക് എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ടും എക്കോ എന്ന് പറയുന്ന സിനിമയോടുള്ള അല്ലെങ്കിൽ അവരുടെ ടീമിനോടുള്ള ഒരു വിശ്വാസമാണ് ഈ സിനിമ സംഭവിക്കാൻ, അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ എന്നെ എല്ലാ തരത്തിലുള്ള റിസ്ക് എടുത്തും അല്ലെങ്കിൽ കോൺഫിഡൻസ് തന്നതെല്ലാം ഈ ടീമിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും ഇവരുടെ ടീമിൽ നിന്നുള്ള ഒരു ആത്മാർത്ഥതയാണ്. അത് ആദ്യത്തെ സ്ക്രീൻ പ്ലേ ഞാൻ വായിക്കുന്ന സമയം തൊട്ട് തന്നെ അതിൻ്റെ ആത്മാർത്ഥത എഴുത്തിലുണ്ടായിരുന്നു. കാര്യം വളരെ കുറച്ച് സ്ക്രീൻ പ്ലേകളെ ഞാൻ വായിച്ചിട്ടുള്ളൂ ഈ ചുരുക്കകാലത്ത്. പക്ഷെ വായിച്ചതിൽ അത്രയും എന്താ പറയുക, വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയ്യോ ഇതൊരു രക്ഷയില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ്. ഇപ്പം നിങ്ങൾ സിനിമ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇമാജിനേഷൻ നമുക്ക് വരുമല്ലോ. നമുക്ക് ആ ഒരു പിക്ചർ സ്കേപ്പ്, ഇതിൻ്റെ ഡയലോഗ് ഡെലിവറി, ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ ഒരു ശതമാനം പോലും നമുക്ക് പുറകോട്ട് പോവാതെ തന്നെ നമുക്ക് ഇമാജിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബാഹുലേട്ടൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമ എങ്ങനെ കണ്ടോ അതേപോലെ അല്ലെങ്കിൽ അതിൽ മികവോടെ തന്നെയാണ് രഞ്ജിത്തേട്ടൻ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഒരു ടീമിനോടുള്ള നമ്മുടെ ഒരു ട്രസ്റ്റാണ് ഒരു ആക്ടർ എടുക്കുന്ന റിസ്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു. ഈ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും അഭിനേതാവ് എന്നതിലുപരി സിനിമാറ്റോഗ്രാഫർ കൂടിയാണ് ശ്രീ നരേൻ. അദ്ദേഹത്തിന് ആദ്യം സ്ക്രിപ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് അത് ആദ്യം വായിച്ചു, അതിനുശേഷം അഭിനയിച്ചു, ഇപ്പോൾ ഇതാ പടം ഇറങ്ങി. ഇപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടി വായിച്ച സമയവും ഈ സമയവും എങ്ങനെ നോക്കി കാണുന്നു താങ്കൾ? എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ മുന്നിൽ പ്രത്യേകിച്ച് ഈ സിനിമയുമായി ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ട് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. സ്ക്രിപ്റ്റ് അല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പലപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ച് കുറച്ച് പേജുകൾ കഴിയും തോറും നമ്മൾക്കൊരു ആകാംക്ഷ തോന്നും. നല്ല സ്ക്രിപ്റ്റാണെങ്കിൽ അതിൽ ചിലപ്പോൾ പിന്നീട് എന്ത് സംഭവിക്കും, നമ്മൾക്ക് ഒരു സ്ക്രിപ്റ്റ് മനസ്സിലാക്കി ഏകദേശം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സബ്ജക്റ്റ് ഏത് വഴിയിലേക്കാണ് പോകുന്നത്, ഏത് ടുവേർഡ്സ് ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും. പിന്നെ നമ്മളെ അത് ചാലഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും അതാത് പടങ്ങളുടെ ഒരു രീതി. പക്ഷേ ഈ സബ്ജക്റ്റ്, ഇത് സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്തതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ സ്ക്രിപ്റ്റ്, ഓരോ പേജുകൾ കഴിയും തോറും ശരിക്കും പറഞ്ഞാൽ ഇത് എവിടേക്ക് പോകുന്നു, എന്തിലേക്ക് പോകുന്നു, എന്താണ് സബ്ജക്റ്റ്, ഓരോരോ ക്യാരക്ടേഴ്സ് വരുന്നു,
വീണ്ടും കൺഫ്യൂഷൻ തോന്നുന്നു, 4 പേജ് പുറകോട്ട് പോയി വീണ്ടും വായിച്ചു നോക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇങ്ങനൊരു ഒരു അൺയൂഷ്വലായ ഒരു റീഡിംഗ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. സാധാരണ നമ്മൾ സ്ക്രീൻ പ്ലേ വായിച്ച് മുന്നോട്ട് പോകുന്ന പോലെ അല്ലാണ്ട് വളരെ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. ഡയലോഗ് ടു ഡയലോഗ് നമ്മൾ ശ്രദ്ധിച്ച് ഓരോ സ്ഥലത്തുനിന്നും ഓരോന്ന് പിക്ക് ചെയ്തിട്ട് വേണം സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകാൻ. ഇറ്റ് വാസ് എ വെരി അൺയൂഷ്വൽ സ്ക്രീൻ റൈറ്റിംഗ്. അത് എങ്ങനെ ബാഹുൽ അത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് സർപ്രൈസിങ്. അതിപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മളൊരു സ്ക്രീൻ പ്ലേ വായിച്ച് കഴിയുന്തോറും നമ്മൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നു ഒരു സൈഡിൽ അതിൻ്റെ കൂടെ കൺഫ്യൂഷൻ വരുന്നു, എന്നിട്ട് നമ്മളത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. ആൻഡ് അവസാനമാകുമ്പോൾ ദർ ഇസ് എ വൗ ഫാക്ടർ. ആൻഡ് ഇതൊരു സൈഡ്. പിന്നീട് ഇതിൻ്റെ വിഷ്വൽസ്, ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറ പഠിച്ചതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു പോയിൻ്റ് എപ്പോഴും സംശയം തോന്നിയിരുന്നു. പിന്നെ ഇവർ തന്നെയാണല്ലോ കിഷ്കിന്ധാകാന്ഡം ഷൂട്ട് ചെയ്തത് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഇവരെ കൊണ്ട് പുൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും നമുക്കുണ്ടായിരുന്നു. ആൻഡ് നൗ വെൻ ഐ സീ, ഇപ്പോൾ സിനിമ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എടുത്ത് പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്, ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. പലവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇന്ന് രാവിലെ നമ്മുടെ കൂട്ടുകാർ US നിന്ന് അവിടെ രാവിലെ, എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ആയിരിക്കും, അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ച് അവർ പറഞ്ഞ് ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ സമയത്ത് കുറേ ഫാമിലീസും കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ഈ പടം കണ്ടിട്ട് അവർ പറയുന്നത് കഴിഞ്ഞ വർഷം അവർ ഡിസ്കസ് ചെയ്തിരുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു, ഇത്തവണ ഡിസ്കസ് ചെയ്യുന്നതിടാ നിൻ്റെ പടത്തെക്കുറിച്ചിട്ടാണെന്ന്. സോ ഇത്രയും അധികം ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുമ്പോൾ ഐ ബിലീവ് ദിസ് സ്ക്രിപ്റ്റ് ഓഫ് എക്കോ ഇതൊരു മാതൃകയായിട്ടോ ഒരു ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ആൻ അൺയൂഷ്വൽ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഫ്രം ഇന്ത്യൻ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് വായിക്കാനും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഭാഗമാവാനും കഴിഞ്ഞത്, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കിത് ഇഷ്ടമായി, നിങ്ങളിത് വീണ്ടും കണ്ടിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആൻഡ് ഐ ബിലീവ് ദിസ് ക്യാൻ ഓൺലി ഹാപ്പൻ ഇൻ മലയാളം സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു സേ ദാറ്റ്. ആൻഡ് അപ്പോൾ ദിസ് വാസ് സംതിങ് മാജിക്കൽ ഫോർ മീ, ഫോർ ഓൾ ഓഫ് us. താങ്ക് യു. നമ്മൾ സാധാരണ പലപ്പോഴും യൂട്യൂബ് ചാനലുകളിലൂടെയും അല്ലാതെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും സിനിമയുടെ കണക്കൊക്കെ കാണുന്നതാണ്. സിനിമയുടെ കണക്ക് കാണുമ്പോഴേക്കും സാധാരണ പല പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ ഈ സിനിമ എക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ശ്രീ ജയറാം നിർമ്മിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? താങ്ക് യു എവരിവൺ. ജയറാം, സോ ആദ്യം തന്നെ ഈ സ്ക്രിപ്റ്റ് രഞ്ജിത്തിനടുത്ത് കേട്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് തോന്നി. പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ബാഹുലും ഓൾറെഡി പ്രൂവ് ചെയ്ത ആൾക്കാരാണല്ലോ. സോ എന്തായാലും ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാണ്. സോ സെറ്റിൽ തന്നെ കാണുമ്പോൾ തന്നെ ഇവരുടെ ഈ ഡെഡിക്കേഷൻ 100% കൊടുക്കുന്നത്, 101% കൊടുക്കുന്നത്. 1% കുറവില്ല, കൂടുതലാണ്. ആർട്ടിസ്റ്റ് ആയാലും എൻറ്റയർ ക്രൂ ഇൻക്ലൂഡിങ് ഷാഫിക്ക, നല്ല നമ്മൾ ചലഞ്ചിങ് ടൈമായിരുന്നു അത്. ഇറ്റ് വാസ് റെയിനിങ് ഫുള്ളി, ഇറ്റ് വാസ് സ്റ്റോം, റെഡ് അലേർട്ട്. ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങിയിട്ടില്ല നമ്മുടെ. അത്രയും അടിപൊളി ടീമായിരുന്നു. സോ അതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഒന്ന് നന്നായിട്ട് ബൂസ്റ്റായി. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് കൊടുത്തിട്ട് ഇതിൽ അങ്ങനെ മുന്നോട്ട് പോയി. താങ്ക് യു. നമ്മൾ എക്കോ കാണുമ്പോഴേക്കും ആ എക്കോ തിയേറ്ററിൽ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിലേക്കുള്ള ലൊക്കേഷൻസ്, പല സ്ഥലങ്ങളും പുറത്തുള്ള സ്ഥലങ്ങളും ഒക്കെ തന്നെ ചിത്രീകരിച്ചത് എവിടെ ആയിരുന്നു എന്നറിയാമെന്നുള്ള ഒരാൾ നമ്മുടെ കൺട്രോളറാണ് ഷഫി ചെമ്മാട്. ഇവരുടെ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. ആക്ച്വലി ലൊക്കേഷനുകൾ പലതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, പലരും വ്ളോഗിലൂടെയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. എവിടെയാണ് ഈ പൂർണ്ണമായിട്ടും ചിത്രീകരണങ്ങളൊക്കെ നടന്നത്? എന്തായിരുന്നു ആ ചിത്രീകരണത്തിൻ്റെ ലൊക്കേഷനുകളെ പറ്റി പറയാനുള്ളത്? ഹായ്, നമസ്കാരം. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാനിവരെ വിളിച്ചു. ഡയറക്ടറെയും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററെയും വിളിച്ചു, ബാഹുൽജിയെയും ലിൻചേട്ടനെയും വിളിച്ചു. ഇത് ഷൂട്ട് ചെയ്യാൻ തന്നെയാണോ നിങ്ങൾ അയച്ചത്, അതോ വല്ല നോവലായിട്ട് പ്രസിദ്ധീകരിക്കാനാണോ ഈ സിനിമ? ഇത് സിനിമ തന്നെയാണോ? ഇത് എങ്ങനെ ചെയ്യും? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയ സ്ഥലങ്ങൾ എവിടെയാണ്? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്.
നമുക്ക് നോക്കാം ഷാഫിക്ക എന്ന് പറഞ്ഞ് ഒരു 1-2 വീഡിയോസ് ദിൻചേട്ടൻ എനിക്ക് അയച്ചു തന്നു, റെഫറൻസ്. അത് ട്രിവാൻഡ്രത്തുള്ള ഒരു ബോണേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ വീഡിയോസായിരുന്നു. അങ്ങനെ ആദ്യം അവിടെ നിന്ന് തുടങ്ങി. ബോണേക്കാട്, പൊന്മുടി മുതൽ കല്ലാറ് മുതൽ ആരംഭിച്ച ഒരു യാത്രയായിരുന്നു. കേരളത്തിൽ ഇനി ഞങ്ങൾ കയറാൻ മലകൾ ബാക്കിയില്ല, കാടുകളും എല്ലാം കവർ ചെയ്തു. രാവിലെ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു തോളിലൊരു ബാഗ് ഉണ്ടാവും, കുറച്ച് ഓറഞ്ച്, ആപ്പിൾ, കുറച്ച് വെള്ളം, അതുപോലെ താൽക്കാലികമായിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഒരു കുടയും പിടിച്ച് ഞങ്ങൾ കയറാൻ തുടങ്ങുകയാണ്. എന്നിട്ട് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തും. എന്നിട്ട് എവിടെയോ ഒരു പ്രാവശ്യം ഞങ്ങൾ ഏകദേശം 18 കിലോമീറ്ററോളം അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് എത്തി വണ്ടി അങ്ങോട്ട് വിളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നും മറയൂരെത്തി. മറയൂരിൽ നിന്ന് വാഗമണ്ണിൽ നിന്ന് പാലക്കാട്, നെല്ലിയാമ്പതി, കവ, തൃശ്ശൂർ, അതിരപ്പള്ളി, ഇന്ന് വേണ്ട ഒരുവിധം എല്ലാ കാടുകളും കറങ്ങി തിരിഞ്ഞതിന് ശേഷമാണ് വീണ്ടും വാഗമൺ പരിസരത്ത് എത്തുന്നതും. ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ വീട് നിൽക്കുന്ന സ്ഥലമായിരുന്നു. സിനിമ കണ്ടവർക്കറിയാം, അതിന് ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ട് ആ മലക്ക്. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്നൊരു സ്ഥലം കിട്ടുക എന്നുള്ളതായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്ത് ബാക്കി ലൊക്കേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാനും ദിൻചേട്ടൻ ഞങ്ങൾ 5 പേരടങ്ങുന്നൊരു സംഘമായിരുന്നു. ഒന്ന് ഡയറക്ടർ, ക്യാമറമാൻ, ആർട്ട് ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് മുതൽ ഈ നിമിഷം വരെയുള്ള യാത്രകൾ. അവർ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ ഇല്ല. എങ്കിലും പ്രൊഡ്യൂസറും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ബാഹുൽ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടം ഓടും, അതിൻ്റെ പിന്നാലെ ഞങ്ങൾക്ക് പോകുകയല്ലാതെ നിവൃത്തിയില്ല. പുള്ളി നടക്കും, വഴിയിൽ ഞങ്ങൾ കതച്ച് നിൽക്കും. പുള്ളി അപ്പോഴേക്കും എവിടെയോ എത്തിയിട്ടുണ്ടാവും. എന്നാലും ഞങ്ങളതിൻ്റെ പിന്നാലെ ഓടിക്കതച്ച് എത്തി. അങ്ങനെ കണ്ടുപിടിച്ച സ്ഥലങ്ങളാണ് ഈ ഇതൊക്കെ. അതിനുശേഷം ഏറ്റവും വലിയ വെല്ലുവിളി ആ ഡോഗ്സിൻ്റെ കാര്യത്തിലായിരുന്നു. ഒരേ ഇനത്തിൽപ്പെട്ട ഇത്രയും ഡോഗ്സിനെ ഉണ്ടാക്കുക എന്നുള്ളത്. എല്ലാം ഈ ഞങ്ങൾ 5 പേര് ഒരുമിച്ച് തുടങ്ങിയ യാത്ര ഇപ്പം ഇത്രയും വലിയൊരു സംഭവമൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവത്തിന് നന്ദി. താങ്ക് യു. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തിയേറ്ററിൽ സമ്മാനിക്കുന്ന ചിത്രമാണ് എക്കോ. അപ്പോൾ പലരും ചോദിക്കുന്നത് ഈ കാടിൻ്റെ സൗന്ദര്യം നമ്മൾ കാണുമ്പോഴേക്കും ഈ കാടിൻ്റെ സൗന്ദര്യം അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് മലനിരകളിലൂടെയും ഒപ്പം ഭംഗിയായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ വീടും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നതൊക്കെ അതൊക്കെ സെറ്റാണോ? ഇതിൽ നമ്മുടെ ലോഡ്ജ് മാത്രമാണ് സെറ്റില്ലാത്തുള്ളത്, ബാക്കിയുള്ള എല്ലാം സെറ്റാണ്. നമ്മുടെ മ്ലാത്തിച്ചേട്ടത്തിൻ്റെ വീടായാലും മലേഷ്യൻ സീക്വൻസ് ആയാലും കവലയായാലും എല്ലാം സെറ്റാണ്. അത് നമ്മുടെ സജീഷ് താമരശ്ശേരി എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറിൻ്റെ അത്രയും ടാലൻറ്റഡ് വർക്കാണ് നിങ്ങൾ കണ്ടത്. അതിൽ മലേഷ്യൻ സീക്വൻസ് എല്ലാം സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത ഒരു ഡിസൈൻ, ഒരു ഫസ്റ്റത്തെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും. അത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ആ പ്ലേസിൽ പോയി കണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മലേഷ്യയിൽ അന്നത്തെ കാലഘട്ടത്തിൽ പോയ പ്രതീതിയായിരുന്നു. അത്രക്കും ഡീറ്റെയിലിംഗ് വർക്കായിരുന്നു സജീഷിൻ്റേത്. പിന്നെ നിങ്ങൾ കവല കണ്ടിട്ടുണ്ടാവും. കവലയിലെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരു 80കളിൽ കാണുന്ന ടൈപ്പ് ഓഫ് എന്താ പറയുക, ഫർണിച്ചറായാലോ അല്ലെങ്കിൽ ആ കടകൾ പഴയ കവലയായാലോ അതിലുള്ള ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് നിങ്ങൾ അതിൽ കണ്ടാൽ അത്രക്കും നമുക്ക് സന്തോഷമായിരുന്നു അങ്ങനത്തെ വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ രീതിയിലും നമുക്ക് അങ്ങനത്തെ ഒരു ആർട്ട് ഡയറക്ടറെ കിട്ടിയത്. കിഷിൻ്റെ കണ്ടത്തിലും സജീഷായിരുന്നു നമ്മൾ വർക്ക് ചെയ്തത്. അതെ. എക്കോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക്കാണ്. മജീദും ഒപ്പം വിഷ്ണു ഗോവിന്ദും. ശ്രീ ബാഹുൽ, ഈ ഒരു മ്യൂസിക് പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യം, ഒരു പ്രേക്ഷകൻ തന്നെ പറയുന്നത് ഇൻ്റർനാഷണൽ തലത്തിലേക്കുള്ള ഒരു മ്യൂസിക്കാണ് ചിത്രത്തിന് വന്നതെന്നുള്ളതാണ്. ഇത് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. എന്താണ് അതിൻ്റെ മ്യൂസിക് സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്? മുജീബ് റെഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും റെഫറൻസ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ മനസ്സിൽ റെഫറൻസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നുപോലും മുജീബ് അടുത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് റെഫറൻസ് ഒന്നും പറയുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ഒറിജിനലി എന്ത് തോന്നുന്നോ അത് നമുക്ക് ചെയ്യാം. അത് റെഫറൻസിനേക്കാൾ ഗംഭീരമാണെങ്കിൽ വെറുതെ എന്തിനാ അത് മിസ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. ആകെപ്പാടെ ക്യൂ ആയിട്ട് പറഞ്ഞിരുന്നത് അതിൻ്റെ ഒരു എസ്തെറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ക്യൂസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു മാസ്കുലിൻ ആൽഫ മെയിൽ കൈൻഡ് ഓഫ് എസ്തെറ്റിക്സ് ടെക്സ്റ്റേഴ്സ് ഫോളോ ചെയ്യാതെ കുറച്ചുകൂടെ ഫെമിനൈൻ എസ്തെറ്റിക്സ് ഉള്ള സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു ക്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഈ പറഞ്ഞ അൺയൂഷ്വൽ ആയിട്ടുള്ള ചോയ്സ് എടുക്കുക. നമ്മളൊരു ഒബ്ലിഗേഷൻ്റെ പുറത്തൊരു ത്രില്ലർ ഫിലിമാണ്, അതുകൊണ്ട് ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് സ്കോർ, സൗണ്ട് സ്കേപ്പ് ഒന്നും പിടിക്കേണ്ട. അങ്ങനെ ഒരു സ്കോർ പിടിക്കണം തോന്നുമ്പോൾ നേരെ എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക, മെലഡി ചെയ്യുക. അല്ലെങ്കിൽ റിതം ഉപയോഗിക്കണം തോന്നുന്ന സ്ഥലത്ത് റിതം ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ള അൺയൂഷ്വൽ ചോയ്സുകളൊക്കെ എടുക്കുക. അപ്പോൾ ഇത് ഒറിജിനലായിട്ട് അതിനൊരു വോയിസ് വരുന്നുള്ളത് ഇത്രയ്ക്ക് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ചോയ്സുകളും പുള്ളിയുടെ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ടത് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു അപ്രിസിയേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മുജീബിക്കയുടെ ഒരു ഫ്ലേവർ അതാണ്, പുള്ളിയുടെ എസൻസ് അതാണ്, പുള്ളിയുടെ ടേസ്റ്റുകൾ അതാണ്. കുറച്ചും കൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള സ്റ്റൈൽസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ പലപ്പോഴും അത് എന്താണ് അതിനുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് വന്ന് ചേർന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഇതിലെന്തായാലും പുള്ളി പൂണ്ട് വിളയാടി. ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പ്രസ് മീറ്റിൽ തന്നെ സന്ദീപ് പ്രദീപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ചിത്രം എനിക്ക് കിട്ടിയ ഒരു മെഡലാണ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ സന്ദീപ് താങ്കൾക്ക് കിട്ടിയ മെഡൽ തന്നെയാണ്. ഒപ്പം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഇപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് അഭിനയിച്ച 3 പടങ്ങളും ബ്ലോക്ക് ബസ്റ്ററിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ടീമാണോ, സ്ക്രിപ്റ്റാണോ, എന്ത് നോക്കിയാണ് ആ ചിത്രം കമ്മിറ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് തന്നെയാണ്. നമ്മൾ ആദ്യമേ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ആണ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് മുന്നോട്ട് എല്ലാം തീരുമാനിക്കാനും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനും കിട്ടുന്ന ഒരു ഫസ്റ്റ് ഹൈ എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ പ്ലേയിൽ നമ്മൾ വായിക്കുന്ന കാര്യം തന്നെ ആയിരിക്കുമോ സ്ക്രീനിൽ നമ്മൾ കാണാൻ പോവുക. അതിന് സഹായിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഇതിൻ്റെ ടെക്നീഷ്യൻസ്, അല്ലെങ്കിൽ പ്രോപ്പർ പ്രൊഡക്ഷൻ ടീം. ഇപ്പോൾ ജയറാമേട്ടനെ പോലെ ഇപ്പോൾ നമ്മുടെ എക്കോ കണ്ടാൽ മനസ്സിലാവും ഇത് ഒരു നിസ്സാര ടെറൈനും സിറ്റുവേഷനും അല്ല. അത് ഇപ്പം മഴ, ഒരുപാട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചാർട്ട് നമുക്ക് ഇത്ര ദിവസങ്ങൾ തീർക്കാമെന്ന് വിചാരിക്കുന്ന സിനിമ ചിലപ്പോൾ അത്രയും ദിവസം കൊണ്ട് തീരില്ല. അപ്പോൾ എല്ലാ രീതിയിലുള്ളൊരു സപ്പോർട്ടും നമുക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും, ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമ അത് പ്രോപ്പർലി തിയേറ്റേഴ്സിൽ വരണം. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആരാണ്, അപ്പോൾ എല്ലാ ഘടകങ്ങളും മാച്ച് ആകുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതെല്ലാം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ബേസ്മെൻ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പം ആസ് ആൻ ആക്ടർ അത് കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ഞാൻ വായിച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു ഇമാജിനേഷൻ, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ആ ഒരു ഹൈ തന്നെയാണ് എല്ലാ ക്രൂവിലെ എല്ലാ ആൾക്കാർക്കും ഉള്ളത് എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും. എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെയും വിഷൻ അലൈൻഡ് ആണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ വായിച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ടാവുന്നതും ഡയറക്ടർ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ സിനിമാറ്റോഗ്രാഫർ ചിന്തിക്കുന്നതും മൂന്ന് ദിക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ ഉണ്ടാകത്തില്ല. അപ്പം വിഷൻ അലൈൻ ചെയ്യുന്ന ടീമിൻ്റെ ഭാഗമാകുക എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും സ്ക്രീൻ പ്ലേ തന്നെയാണ്. സാധാരണ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, ഈ വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, തമിഴ് സിനിമകളിൽ മുമ്പ് അഭിനയിച്ച നായകന്മാരൊക്കെ തന്നെ തിരിച്ചുവരവ് ശക്തമാക്കി വന്നിരിക്കുന്ന ഒരു സിനിമകളിലേക്ക് റിലീസാകുന്നു. ആ സിനിമകൾ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് മാറുന്നു. ശ്രീ നരേൻ നമ്മുടെ എക്കോയിൽ ശക്തമായ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് അഭിനയിച്ച സാഹസത്തിലും ഒരു ഗംഭീരമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും താങ്കളെ മലയാള സിനിമയിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വാക്ക് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മലയാള സിനിമ അഭിനയിക്കാൻ വേണ്ടി തമിഴ് സിനിമകളിലോ അല്ലെങ്കിൽ തെലുങ്ക് സിനിമകളിലോ ലോക്കായത് കൊണ്ടാണോ? അതങ്ങനെയല്ല. ഞാൻ ഈ മലയാളത്തിൽ തുടങ്ങി, എനിക്കതിന് മുമ്പ് പെട്ടെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് എക്സാമ്പിൾസ് കുറവാണ്. കാരണം സാധാരണ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു നടൻ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് സക്സസ്ഫുള്ളായി ഒരു മാർക്കറ്റ്, തൻ്റേതായ ഒരു മാർക്കറ്റ് ഉണ്ടായതിനു ശേഷമാണ് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്യാറ്. അങ്ങനെയാണ് നമ്മുടെ മുന്നിലുള്ള പല നടന്മാരൊക്കെ ഉണ്ടങ്ങനെ. പക്ഷെ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ ഫോർ ദ പീപ്പിൾ, രണ്ടാമത്തെ സിനിമ ഫോർ ദ പീപ്പിളിന് ശേഷം അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തമിഴിലേക്ക് പോയി. അവിടെ ആ സിനിമ 125 ദിവസം ഓടി, മിഷ്കിൻ്റെ കൂടെയുള്ള പടം. അതിനുശേഷമാണ് അച്ചുവിൻ്റെ അമ്മ ഇറങ്ങി. തമിഴിൽ പോയതിന് ശേഷം വന്നു, ഇവിടെ ക്ലാസ്മേറ്റ്സ് ഇറങ്ങി, അത് വിജയിച്ചു. പിന്നെ തമിഴിലത്തെ അടുത്ത പടവും വീണ്ടും വിജയിച്ചു. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ 2 തോണിയിലും കാല് വെച്ചതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ ഇതിൽ എനിക്ക് പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് അറിഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ തമിഴിൽ കുറച്ച് സജീവമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും അത് എന്തുകൊണ്ടാണെന്നറിയില്ല, പല പ്രൊഡക്ഷൻ ഭാഗത്തു നിന്നും വന്നൊരു തെറ്റായൊരു ധാരണയാണ്. എന്ന് വെച്ചാൽ ഇയാൾക്ക് തമിഴാണ് കൂടുതൽ ഇയാൾ ഫോക്കസ് ചെയ്യുന്നത്, മലയാളം ചിലപ്പോൾ അയാളെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ന്യൂസ് പല സമയങ്ങളിലായിട്ട് പുറത്തു വരികയുണ്ടായി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ ചെന്നൈയിൽ ആയതുകൊണ്ട് തന്നെ.
പിന്നീട് കുറേ പടങ്ങളുടെ എഴുത്തുകാരും പ്രൊഡ്യൂസേഴ്സും സംവിധായകരുടെയും കൂടെ സംസാരിക്കുമ്പോഴാണ് അവർ പറയും നിങ്ങളെ ഈ പടത്തിന് ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വിളി വന്നില്ല. ഇല്ല, ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യില്ല എന്ന്. അപ്പോൾ ഞാൻ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അല്ല, ഇവിടുന്ന് പലരും പറഞ്ഞു നിങ്ങൾ അതിലാണ് കോൺസെൻട്രേറ്റ്. അപ്പോൾ ഇങ്ങനൊരു എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്രോജക്റ്റുകൾ നമ്മൾ അറിയാണ്ട് മിസ്സാവുകയുണ്ടായി. ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്. കാരണം നമ്മളെപ്പോഴും ആസ് എൻ ആക്ടർ നമ്മൾ ഒന്നാമത് ഐ എം ഫ്രം ഹിയർ ആൻഡ് നമുക്കറിയാം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി നമ്മുടെ മലയാളത്തിലെ 80s 90s അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഏറ്റവും നല്ല ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ ഓഫ് മലയാളം സിനിമ ഈസ് ക്രിയേറ്റിംഗ് ദ ബെസ്റ്റ് ഓഫ് റൈറ്റേഴ്സ്, ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഡയറക്ടേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതിൻ്റെ ഭാഗമാവണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ആൻഡ് അപ്പോൾ ഇതൊരു ഡെലിബറേറ്റ് ഇതല്ല. സോ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ തിരഞ്ഞെടുത്ത് നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ തിയേറ്ററിൽ ചിത്രം എക്കോ കണ്ടു കഴിയുമ്പോഴേക്കും മ്ലാത്തി ചേട്ടത്തി എവിടെ എന്നുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ചേട്ടത്തിയെ കണ്ടെത്തിയത്? എവിടെ? മലയാളം അറിയാവുന്ന വ്യക്തിയാണോ? ആരാണ് അല്ലെങ്കിൽ ഡബ് ചെയ്തത്? അതിനെക്കുറിച്ച് വെളിപ്പെടുത്താവോ? മ്ലാത്തി ചേട്ടത്തി ആക്ച്വലി നമ്മൾ മേഘാലയിൽ നിന്നാണ് കണ്ടെടുത്തത്. ആക്ച്വലി അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണമെന്നുള്ള ഒരു ക്യാരക്ടർ മാത്രമല്ല, അത് അത്രയും ചാലഞ്ചിങ് ക്യാരക്ടറാണ്. അപ്പോൾ ഉള്ള നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ ഉള്ളൊഴുക്കിൻ്റെ ഡയറക്ടർ ക്രിസ്റ്റോ ടോമിയാണ് ഫസ്റ്റ് ടൈം നമ്മൾ മ്ലാത്തി ചേട്ടത്തിൻ്റെ ഒരു പിക്ചർ അയച്ചെന്ന്. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതായി കൺഫേമായി, ഇത് തന്നെ നമ്മൾ മ്ലാത്തി ചേട്ടത്തി. ഞാൻ ബാഹുലിനോട് ചോദിച്ചു, ബാഹുലും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ഫ്രണ്ട് നാഗാലാൻഡിലെ ഒരു കേണലാണ്, അയാളുടെ ഒരു കോണ്ടാക്റ്റ് വഴി കുറച്ച് ആർട്ടിസ്റ്റിന് അവിടെ ഒരു ഓഡീഷൻ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നാഗാലാൻഡിൽ പോകുന്നു. ആ നാഗാലാൻഡിൽ നിന്ന് കുറേ അവരെല്ലാം ഒരു ഓഡീഷൻ വെച്ചിട്ട് പലർക്കും അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രശ്നമാണ്. ഓൺലി നാഗാലാൻഡ് ആൾക്കാർക്ക് മാത്രമേ ഒഫീഷ്യൽ ഇംഗ്ലീഷ് ഇതുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ട്രൈബൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇതിൽ നമുക്ക് എന്തായാലും അവരെ സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. ലാസ്റ്റാണ് നമ്മൾ ഈ മ്ലാത്തി ചേർത്തി ബിയാന മോമിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനായിട്ട് ഓഡീഷൻ നടത്തുന്നത്. അവർ ആക്ച്വലി ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല, അവിടെ ഒരു ടീച്ചറാണ്. ആക്ച്വലി അവർക്ക് 2 സ്കൂളുണ്ട്. ഒരു പ്രോപ്പർ ബിസിനസ് വുമണാണ്, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി. അവർ രാത്രി നമ്മൾ കാണുന്നു, അവർ ചെറിയൊരു ഓഡീഷൻ വെക്കുന്നു. പക്ഷേ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഓരോ ലുക്കിലും നമ്മൾ മ്ലാത്തി ചേട്ടത്തിൻ്റെ ഓരോ മാനറിസം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിസ്ക്കാണ് വന്നിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ട്രെയിനറായ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി സത്യൻ എന്ന് പറഞ്ഞ ഒരു ട്രെയിനറായിരുന്നു. ഒരു 1 month ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. ബാക്കിയെല്ലാം അവരുടെ ഒരു എഫേർട്ട് ഉണ്ട്, നല്ല രീതിയിലൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ മ്ലാത്തി ചേട്ടത്തി നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ലേഡി ആയതെല്ലാം കൊണ്ട് ഇങ്ങനത്തെ ഒരു ടെറൈനിൽ വന്ന് ആക്ട് ചെയ്യാനും എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അങ്ങനെ മനുഷ്യനെ വെച്ച് KPSC ലീല ചേച്ചി പൂക്കാലത്തിലൊക്കെ അഭിനയിച്ച KPSC ലീലാമ്മയാണ് മ്ലാത്തി ചേട്ടത്തിക്ക് വേണ്ടി ഡബ് ചെയ്തത്. താങ്ക് യു. ഈ മനുഷ്യരെ വെച്ച് ചിത്രീകരണം നടത്തുക ഒരുവിധം എളുപ്പമാണ്. ഇപ്പം അറിയപ്പെടുന്ന ആക്ടേഴ്സിനെ വെച്ചൊക്കെ ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടിയും പ്രകൃതിയെ നൽകി അതിനപ്പുറം ഏകദേശം ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത് ഏകദേശം 40ഓളം നായക്കുട്ടികളെ പട്ടികളെ ഇതിനകത്തേക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടു നിർത്തി. അപ്പോൾ ഒരു ഛായാഗ്രഹണം എന്നുള്ള നിലയിൽ ഒരു റിസ്ക് ആയിരുന്നു. കാരണം ഇവരെപ്പോഴും അതിനനുസരിച്ചിട്ട് താങ്കളുടെ ഫ്രെയിമിനനുസരിച്ചിട്ടൊക്കെ അവർ സഹകരിച്ചിരുന്നോ, അതോ പല ടേക്കുകൾ പോകേണ്ടി വന്നോ? ട്രെയിൻ ചെയ്യിച്ചത് 10 നായ്ക്കളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. 9ഓളം നായ്ക്കളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. 40 എന്ന് വെച്ചാൽ ഷോർട്ട് ലിസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് പിന്നെ ഡോക്ടർ ട്രെയിനർ പോയിട്ട് അതിൽ നിന്ന് ഹാൻഡ് പിക്ഡ് ആയിട്ടോ ട്രെയിനിങ്ങിന് വഴങ്ങുന്ന നമുക്ക് ഉതകുന്ന ഒരു 9 നായ്ക്കളെ കൊണ്ടുവരികയും അഡോപ്റ്റ് ചെയ്യുകയും അതിനൊരു 1.5 മാസം എടുത്ത് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്തത്. ഷൂട്ടിംഗ് അങ്ങനെ ഇല്ല, എക്സ്പെക്ട് ചെയ്തതിന് മേലെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ബിക്കോസ് നമ്മുടെ ട്രെയിനർ ജിജേഷ് എന്ന് പറയുന്ന കക്ഷി വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു. പുള്ളിയുടെ ട്രിക്കുകളും ഹാക്കുകളൊക്കെ. പിന്നെ നമ്മൾ പോകുന്ന ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കുന്നത്, നമ്മളൊരു റിജിഡ് സ്റ്റിഫ് മൈൻഡോട് കൂടി പോകാതെ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡായിട്ട്, അതായത് ഇന്നത് പോലെ തന്നെ വേണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം ഫ്രെയിം, ഇന്നത് കിട്ടിയേ മതിയാവൂ എന്ന് പറയുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് സാറ്റിസ്ഫൈ ആവണമെന്നില്ല, അത് ആ ഉദ്ദേശിക്കുന്നത് കിട്ടണമെന്നില്ല. സോ കുറച്ച് ഓപ്പൺ മൈൻഡോട് പോയിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടെ പോകണം. എന്ത് കിട്ടിയാലും ഓക്കെ, നമുക്ക് ആ മാറ്റർ, കഥയിൽ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. അത് ഇങ്ങനെ അല്ലെങ്കിൽ അതങ്ങനെ.
അപ്പോൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡിനോട് കൂടിയും പോകരുത്. ഇപ്പോൾ ഡോക്ടർ എനറിൻ്റെ കൂടെ ഈ ജിജേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് കേരള ക്രൈം ഫയൽസ് തൊട്ട് പുള്ളിയെ പരിചയമുണ്ട്. അതിലും പുള്ളിയായിരുന്നു ഡോഗ്സിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഹാൻഡ് ഇൻ ഹാൻഡായിട്ടാണ് പോകുന്നത്. ജിജേഷ് ഭായി, നമുക്ക് കഥ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഷോട്ട് വെച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അത് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങളൊരു സൊല്യൂഷൻ പറയും, നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഷോട്ടിൻ്റെ രീതി മാറ്റാം. അപ്പോൾ ആ ഒരു ഹെൽത്തി മൈൻഡോടുകൂടെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആയിരിക്കും. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണല്ലോ ആ ഗോളിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല, നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, അതായത് ഐദർ ദിസ് വേ ഓർ ദാറ്റ് വേ. ഒരു നടൻ എന്നുള്ള നിലയിൽ എക്കോയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സീൻ ഏതായിരുന്നു അഭിനയിക്കാൻ വേണ്ടി സന്ദീപിനോട്? ഇത് ഡെഫിനറ്റ്ലി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് എക്കോ. അത് എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ചാലഞ്ചസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ആലപ്പുഴ ജിംഖാന ചെയ്തപ്പോൾ ഞാൻ ബോക്സിങ്, എനിക്ക് ABCD അറിയത്തില്ല, എനിക്ക് ആ ഒരു മാർഷൽ ആർട്സിൻ്റെ ഒരു ലീനേജ് ഇല്ല. അപ്പോൾ അത് പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ജിംഖാനയുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. പടക്കളത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു 2 ട്രെയ്റ്റ് ഉണ്ട്, അതിൽ 2 സ്വിച്ചിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു അതിനെ സംബന്ധിച്ചുള്ളൊരു ചാലഞ്ച്. എക്കോയിലേക്ക് വരുമ്പോൾ ഈ സിനിമ സേഫായിട്ട് തീർക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. കാര്യം നമുക്ക് എന്താ പറയുക, ആ ടെറൈൻ നമുക്ക് എപ്പോഴും പ്ലീസിങ് അല്ല. ഇപ്പോൾ ബാക്കി സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെറൈൻ ആയിരിക്കും. നമുക്ക് റീടേക്കുകൾ പോവാം, എന്താ പറയുക, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീൻ ഒക്കെ അങ്ങനെ ആയിരിക്കും എടുക്കുക. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സീൻ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ചില ആംബിയൻസിൽ ആ ഒരൊറ്റ സെക്കൻഡിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഷോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ആക്ടർ എന്നുള്ള രീതിയിൽ ഞാനും അല്ലെങ്കിൽ കംപ്ലീറ്റ് ടെക്നീഷ്യൻസും ഒരുപോലെ എന്താ പറയുക എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഷോട്ട് എടുത്ത് ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ എൻവയോൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് എക്കോയിൽ വന്നിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഓടുന്ന ഒരു രംഗമുണ്ട്, ഒരു മലയുടെ മേളിൽ കൂടെ ഓടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ആംഗിൾ എടുത്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുക. അപ്പോൾ ആ മഴ പെയ്ത് കഴിയുമ്പോൾ ആ പാറ മൊത്തം തെന്നിക്കിടക്കുമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഷോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഷോട്ടിലെടുത്ത സ്പീഡിൽ തന്നെ സെക്കൻഡ് ഷോട്ടിൽ നമ്മൾ ഓടണം. അപ്പോൾ എന്നാലും ആ കണ്ടിന്യൂറ്റി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നനഞ്ഞ് കിടക്കുക എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം തെന്നി എപ്പോൾ വേണം വീഴാം എന്നുള്ള രീതിയിലായിരിക്കണം സെക്കൻഡും തേർഡും പല ആംഗിളിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതേ മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ടേക്ക് തന്നെ നമ്മൾ മാക്സിമം ഓക്കെ ആക്കേണ്ടി വരുന്നു. അത് ഞാനെന്നുള്ള രീതിയിൽ, ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിൽ എല്ലാ ടെക്നീഷ്യൻസും സിംഗിൾ ടേക്കിൽ അവരുടെ ബെസ്റ്റ് എടുക്കാനുള്ള ഫുൾ ഔട്ട്പുട്ടും കൊടുത്ത ഒരു സിനിമയാണ് എക്കോ എന്ന് പറയുന്നത്. താങ്ക് യു സന്ദീപ്. നമ്മൾ ഈ ഒരു ഹോർത്തൂസ് വേദിയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞപ്പോഴേക്കും നരേൻ രാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണ് നരേൻ രാം? ഈ നരേൻ എന്നുള്ളത് മലയാളികൾ സുപരിചിതമാണ്. നരേൻ രാം എന്നുള്ള നേരത്തെയുള്ള പേര് തന്നെയായിരുന്നോ? അതെൻ്റെ അച്ഛൻ്റെ പേരാണ്. നമ്മൾ നരേൻ നെട്ടൂന്ന് മാത്രം. അത് ഈ ഗസറ്റിൽ വരുമ്പോൾ രണ്ടാമതൊരു പേര് വേണം. അപ്പോൾ അങ്ങനെ ഇട്ടുമെന്ന് മാത്രം. പിന്നെ ചിലവർ ID കൊടുക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്. സാധാരണ കണക്ക് ചിലർ വെളിപ്പെടുത്താറില്ല, പലപ്പോഴും പോസ്റ്റ് വരുമ്പോഴും അങ്ങനെയൊക്കെയാണ് അറിയുന്നത്. നമ്മുടെ പ്രൊഡ്യൂസർ, എക്കോയുടെ പ്രൊഡ്യൂസർ ഹാപ്പി ആണോ? കണക്ക് പുറത്ത് പറയാറായിട്ടുണ്ടോ? ഈ പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞില്ലേ, ധൈര്യം സത്യം പറഞ്ഞാൽ ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് തിലകൻ ചേട്ടൻ ചോദിക്കുന്ന ചോദ്യമാണത്. ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി കുട്ടി? എക്സ്ട്രീംലി ഹാപ്പിയാണ്. നോ വേർഡ്സ് ടു എക്സ്പ്രസ്. And the support given by all of you was amazing. Thank you very much. താങ്ക് യു. ഒപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരം അവർക്ക് കൊടുത്തില്ല. ശ്രീ ഷാഫി ചമ്മാട്, ഈ ചിത്രം എക്കോ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പലരും പറഞ്ഞു മാത്രമേ അറിയാവൂ. തിരിച്ച് ഏത് സ്ഥലത്താണ്? കേരളത്തിൽ തന്നെയാണോ ഷൂട്ട് ചെയ്തത്? ഇവർ പറഞ്ഞത് ഇങ്ങനെ റീലിലൊക്കെ വരുന്ന പലരും കാണിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് എന്നല്ലോ പറഞ്ഞിട്ട്. അതൊക്കെ ശരിയാണോ? ഒരു 50% ശരിയാണ്. ഇനി കാട്ടുകുന്ന് നമുക്ക് പതുക്കെ എവിടെയാണെന്ന് ഇതിൽ കേരളം തന്നെയാണ് മൊത്തത്തിൽ. നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ പോകാത്ത അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു സ്ഥലം, തൊട്ടപ്പുറത്ത് നിങ്ങൾ അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ പോയിട്ടുണ്ടാവും. ഇവരെ പലരും പോയിട്ടുണ്ട്. പക്ഷെ അതിന് നോർമലി അങ്ങോട്ട് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക്. അതാണ് വണ്ടികൾ പോവില്ല.
നോർമൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തു നിന്നും ഓഫ് റോഡ് ഒരുപാട് ദൂരം പോയി അവിടെ നിന്നും മാൻ പവർ വെച്ചിട്ടാണ് നമ്മുടെ എക്യുപ്മെൻറ്റ്സും സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ഞങ്ങൾ ആകെ 7 kV ജനറേറ്ററാണ് ആ പടത്തിൻ്റെ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ലൈറ്റ്സിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം തട്ടിത്തോളെ കയറ്റുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. മഴ പെയ്ത് രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരുന്നിട്ട് വളരെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. നേരെ ബാഹുൽജി സ്റ്റാൻഡിൽ നിന്നെല്ലാം ക്യാമറ എടുത്ത് തോളിലോട്ട് ഒരു വെക്കൽ വെച്ചിട്ട് ഒരു ഓട്ടം ഓടും, പിന്നാലെ ക്രൂ മൊത്തം ഓടും. ആ ഓട്ടത്തിൽ കിട്ടുന്ന വിഷ്വൽസാണ് നമുക്ക് ഈ കാണുന്നത്. അല്ലാതെ പ്രോപ്പറായിട്ട് ലൈൻ വരച്ച് ഇതിലൂടെ വന്ന് അതിലൂടെ പോയി അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ചാടി എന്നുള്ള ഒരു പരിപാടികളല്ല. അദ്ദേഹം ആ കിട്ടുന്ന എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിലൊക്കെ 1 മണിക്കൂർ മാത്രം ഷൂട്ട് കിട്ടിയ ദിവസങ്ങളുണ്ട്. രാവിലെ വന്ന് ഈ മഴ മാറുമ്പം മിസ്റ്റ് വരും, മിസ്റ്റ് മാറുമ്പോഴത്തിന് മൊത്തം ഇരുട്ടാവും, അതുമായി വെളിച്ചം വരുമ്പോഴത്തിന് വീണ്ടും മഴ വരും. ആ സമയമാകുമ്പോഴത്തിന് നമ്മുടെ പട്ടികൾ മൂഡ് ഔട്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്താണ് ഈ മനുഷ്യരുടെ മൂഡ് മാത്രമല്ലല്ലോ, അവരുടെ മൂഡും കൂടി നോക്കണ്ടേ. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന വളരെ കുറഞ്ഞ സമയങ്ങളിൽ അതും എന്നിട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്ത ദിവസം തന്നെ ഷൂട്ട് തീർത്തു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ബാഹുൽജിക്കും ദിൻചേട്ടനുമാണ്. പക്ഷേ ഈ സമയത്തൊന്നും ഞങ്ങളെ ഒരു നോട്ടം കൊണ്ട് പോലും മാനസികമായിട്ട് ടെൻഷൻ അടുപ്പിച്ചില്ല ഞങ്ങളുടെ പ്രൊഡ്യൂസർ കേട്ടോ. അദ്ദേഹം ഒരു കൊച്ചു കുട്ടിയെ പോലെ, ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരാളെപ്പോലെ അവിടെ എൻജോയ് ചെയ്തു. അവിടെ ആ പരിസരത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കാറിയിരുന്നു. ഇവിടെ എന്ത് നടന്നാലും പുള്ളിക്ക് അത് വിഷയമല്ല. മഴ പെയ്തോ ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി അങ്ങോട്ട് ചോദിക്കുക, ഞങ്ങൾ ടെൻഷൻ അടിക്കുക, ഇങ്ങനെ ആകെ പേടിക്കുന്നു കരുതിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ടെൻഷനും തരാതെ ഇത്രയും മനോഹരമായിട്ട് ഞങ്ങളെ കൂളാക്കി കൊണ്ടുവരുന്നത് ഇദ്ദേഹം തന്നെ കേട്ടോ. ജയറാംജിക്ക് അതിന് ഞങ്ങളുടെ ഒരുപാട് താങ്ക്സ്. സാധാരണ ഒരു ചലച്ചിത്രമാകുമ്പോൾ ചലച്ചിത്രം ബിസിനസ് കൂടിയാണ്. അപ്പോൾ പലപ്പോഴും പ്രൊഡ്യൂസറിനെ സേഫ് ആക്കാൻ വേണ്ടി അതിൻ്റെ ഓഡിയോ റൈറ്റ്സ് വിൽക്കാറുണ്ട്, അതിൽ നിന്നൊരു തുക കിട്ടാറുണ്ട്. പക്ഷേ എക്കോയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഗാനം പോലും ഇല്ല, അതിലേക്ക് വരുന്നില്ല. ഇത് നേരത്തെ തീരുമാനിച്ചാണോ? പ്രത്യേകിച്ച് പലപ്പോഴും പലരും പറയുന്നതാണ്, പ്രൊമോഷൻ സാധനത്തിൻ്റെ പറയുന്നത് നിങ്ങളെ പടത്തിനൊരു പ്രൊമോഷൻ സോങ് ഉണ്ടെങ്കിൽ, പടത്തിൻ്റെ പേര് തന്നെ ഉണ്ടെങ്കിൽ പടം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഈ എക്കോയെ സംബന്ധിച്ച് പാട്ടേ ഇല്ല, അങ്ങനെ ഗാനങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ച് തന്നെയാണോ അതിൻ്റെ ആ പ്ലോട്ട് നേരത്തെ റെഡിയാക്കിയത്? ഇതിൻ്റെ നെറേറ്റീവിൽ എവിടെയും ഒരു സോങ്ങിനുള്ള സ്കോപ്പ് കണ്ടില്ല. പിന്നെ ഡെലിബറേറ്റ് ആയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുകയും ചെയ്തില്ല. ഒരു ഓണസ്റ്റായിട്ട് അപ്രോച്ച്, ഒരു കഥ പറയാന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫൈനൽ സ്റ്റേജിൽ പ്രൊമോ സോങ്ങുമായിട്ട് ഈ പടത്തിൻ്റെ സ്കോർ തന്നെ തീർക്കാൻ പറ്റുമോ എന്നറിയാത്ത ഗതികെട്ട ചുറ്റുപാടുകളിലായതുകൊണ്ട് പിന്നെ നടക്കാൻ വയ്യാത്ത കാര്യങ്ങളുടെ പിന്നാലെ അധികം എഫേർട്ട് ഇട്ടില്ല. ആക്ച്വലി വെരി എഡ്ജ് ടു എഡ്ജ്ഡ് ആയിരുന്നു വർക്ക്. മ്യൂസിക് ആയാലും ഫൈനൽ മിക്സും സൗണ്ട് ഓഡിയോഗ്രഫി പരിപാടികളൊക്കെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ പ്രൊമോ സോങ്ങിനെ കുറിച്ചൊന്നും നമ്മൾ വറീഡ് ആയിരുന്നില്ല. താങ്ക് യു. പ്രേക്ഷകർ നൽകിയ വിജയമാണ് എക്കോയുടേത്. അപ്പം പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഈ ടീമിനോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിലേക്ക് തയ്യാറായിരിക്കും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണും, അതിനും കൂടിയുള്ള സമയമാണ്. സോ നിങ്ങൾക്ക് എക്കോ ടീമിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം പ്ലീസ്. ഈ ടീമിനെ കാണുക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു. ശരിക്ക് എക്കോ കണ്ടിറങ്ങിയ ഓരോ ആളുകളും അവർക്കുണ്ടാകുന്നൊരു പരിണാമം എന്ന് പറയുന്നത് അവരൊരു റിസർച്ചറും കൂടിയാകുക എന്നുള്ളതാണ്. ഇക്കോ എന്ന പേര് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ ഇങ്ങനെ പല ഭാഷകളിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പൊരുളിലേക്ക് ഇറങ്ങുമ്പോൾ അതും ഈ സിനിമയും തമ്മിൽ കണക്റ്റ് ആവുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എനിക്ക് തോന്നുന്നത് ഇത് ഡയറക്റ്റ് ചെയ്ത ഡിഞ്ചിത്തല്ല, ഇത് യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിൻ്റെ ട്യൂണിങ്ങിൽ എല്ലാവരും വന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ ക്യാമറ എടുത്ത് ഓടുമ്പോൾ കിട്ടിയ വിഷ്വൽസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ വളരെ ചെറിയൊരു എഴുത്തുകാരനാണ്. എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി ഒരു ഡയറക്ടർക്ക് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഉടനെ നമുക്ക് ചെയ്യാൻ ഗംഭീരമാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പണിക്ക് നിൽക്കേണ്ട, ഇത് പൊട്ട സാധനമാണ്. ഇനി സ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ചെയ്യൂന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനോഹരം എന്ന് അല്ല ഇതിന് പറയേണ്ടത്, ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്താ പറയുക, മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു വിസ്മയം ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരിക്കും.
കാരണം കഴിഞ്ഞ റിലീസ് ചെയ്ത ഉടനെ തന്നെ ആ സിനിമ കണ്ടു. ഞാൻ ഇപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഓരോ സൂക്ഷ്മതലവും വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാണ്, എന്താണ് ഉദ്ദേശിച്ചത്. നമ്മളതിൽ ഒരു അർത്ഥം നമുക്ക് കിട്ടുകയാണ്, ഒരു പൊരുൾ കിട്ടുകയാണ് നമ്മുടേതായിട്ട്. ഇതൊരു യൂണിവേഴ്സിൻ്റെ കളിയാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇത് യൂണിവേഴ്സിൻ്റെ കളിയാണ്, അല്ലാണ്ട് ഡിഞ്ചിത്തോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ ആക്ടേഴ്സോ ഒന്നല്ല. ഇവരൊക്കെ യൂണിവേഴ്സ് ട്യൂൺ ചെയ്തതാണ്. നിങ്ങൾ ആരെടുത്ത് വന്ന അനുഗ്രഹം വാങ്ങിയാലും അവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തയാൾ ചോദ്യം ചോദിക്കാനുള്ള. റീസെൻ്റ്ലി കണ്ട സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് കാസ്റ്റിംഗ് ഉള്ള പടമായിരുന്നു ഈക്കോ. അതിന് ഓൾറെഡി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ തരവില്ല. എസ്പെഷ്യലി സന്ദീപ് ബ്രില്യൻ്റ് ആയിരുന്നു പടത്തിൽ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നയൻ സാർ ഓൾറെഡി ാണ് സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്പോയിലർ ആവണമെന്ന് വിചാരിച്ച് നമുക്കൊരു മിസ്റ്ററി ക്യാരക്ടർ അതിനകത്തുണ്ട്. അദ്ദേഹം സ്ക്രീൻ ടൈം കുറവാണെങ്കിലും അദ്ദേഹം തന്നെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാസ്റ്റിങ്, അതായത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇത് ഇന്ന നല്ലൊരു ഫേസ് ഉണ്ട് അദ്ദേഹത്തിന് കൊടുക്കണ്ട, ഇത് ഇന്ന ക്യാരക്ടറിന് ഇന്ന ആൾ മതി എന്ന് കണ്ടുപിടിക്കുക. എന്തായിരുന്നു നിങ്ങളുടെ അതിനകത്ത് കാസ്റ്റിംഗ്? റീസെൻ്റ്ലി ഇത്ര നല്ല കാസ്റ്റിംഗ് വേറെ ഒരു പടത്തിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ളൊരു നിങ്ങളുടെ പ്രചോദനം? കാസ്റ്റിങ്ങിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനം അല്ല, ഒന്ന് ഈ അതിൻ്റെ കോമ്പിനേഷൻ വൈസ് അതിനൊരു കളർ നമ്മൾ കണ്ട് ഫെമിലിയർ അല്ലാത്തൊരു ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ വരിക എന്നുള്ളതായിരുന്നു ഒരു പ്രയോറിറ്റി. ഇന്ന ആർട്ടിസ്റ്റുകളെ നമ്മൾ ഒരുമിച്ച് സിനിമയിൽ കാണാറുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ളൊരു പേരിനെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളത് മാറിയിട്ട് നമ്മൾ ഒരുമിച്ച് അധികം ഫ്രീക്വൻ്റ്ലി കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ വരിക എന്നുള്ളത് ഒരു പ്രയോറിറ്റി ആയിരുന്നു, വൺ ഓഫ് ദ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഡയലോഗ് ഡ്രിവൺ ആണ് കൂടുതലും ഈ നാരേറ്റീവ് പോകുന്നത്. അപ്പോൾ ആ ഡയലോഗ്സ് ഏറ്റവും അടിപൊളിയായി ഉദ്ദേശിക്കുന്ന ഒരു സെർട്ടൻ പാരാമീറ്റർ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു പ്രസൻറ്റേഷൻ, റെൻഡറിങ്, അതിലേക്കൊരു ഒറിജിനൽ സ്റ്റൈലും കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കാസ്റ്റിംഗ് ചോയ്സുകൾ വേണമായിരുന്നു. ഈ രണ്ട് കാരണം കൊണ്ട് തന്നെയാണ് ഇതിലത്തെ ഒരുവിധം എല്ലാ കാസ്റ്റിങ്ങുകളും ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പേര് മെൻഷൻ ചെയ്യാതെ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടറിൻ്റെ കാസ്റ്റിങ്ങിൽ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടൊരു നോൺ മലയാളി ഫേസ് തന്നെ വേണമായിരുന്നു. ഫ്രീക്വൻ്റ്ലി കാണാത്ത ഒരാൾ വേണമായിരുന്നു. പണ്ട് കാലത്ത് നമ്മൾ കൗരവർ സിനിമയിൽ വിഷ്ണുവർദ്ധൻ സാർ വന്നതുപോലെ, താഴ്വാരത്തിൽ സലീം ഘോഷ് വന്നതുപോലെ, അല്ലെങ്കിൽ രഘുവരനൊക്കെ പണ്ട് പല കടകളിലും വരാറുള്ളത് പോലെ ഉള്ളൊരു യുണീക്ക് ചോയ്സ് നമുക്ക് വേണമായിരുന്നു. നമ്മൾ ഇന്ന് ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ളൊരു ഇമേജ് പടത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 40 മിനിറ്റ്സ് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാർക്ക് കണ്ട് ശീലമുള്ളൊരു ഇമേജിൽ തന്നെ ഫിറ്റിൻ ആവുന്ന ഒരു രൂപം വരാതെ ആളുകൾക്ക് യാതൊരു മുൻവിധിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ചോയ്സ് വേണം എന്നുള്ളതായിരുന്നു ഇൻറ്റൻഷൻ. അങ്ങനെയാണ് ആ കാസ്റ്റിംഗ് ചോയ്സിലേക്ക് എത്തിയത്. അടുത്ത ചോദ്യം. ഹലോ ടീം. ആൻഡ് എല്ലാവരും പറഞ്ഞ പോലെ അമേസിംഗ് മൂവി, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ഫിലിമായിരുന്നു. ഇവിടെ സംസാരിച്ചതൊക്കെ യു സെഡ് യു ഹാഡ് ലോട്ട് ഓഫ് റെഫറൻസസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യു ഹാഡ് റെഫറൻസസ് ഇൻ ടേംസ് ഓഫ് മ്യൂസിക് ആണെങ്കിലും റെഫറൻസസ് ഉണ്ടായിരുന്നു, ബട്ട് യു ഡിഡൻറ്റ് ആ ഒരു ഒറിജിനാലിറ്റി ഒഴിവാതിരിക്കാൻ വേണ്ടി അത് പറഞ്ഞില്ല എന്നുള്ളത്. സോ എക്സാക്ട്ലി എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ റെഫറൻസസ് ഇൻ ടേംസ് ഓഫ് ദ സ്കോർസ്, ഇൻ ടേംസ് ഓഫ് ദ സ്ക്രീൻ പ്ലേ? അങ്ങനെ ഒരു വാട്ട് ഇൻസ്പയർഡ് യു ഇൻ ടേംസ് ഓഫ് ദ റെഫറൻസ് ആൻഡ് ഓൾ? മ്യൂസിക്കിൻ്റെ മൊത്തത്തിൽ both the music as well as the screenplay, because രണ്ടും ഒരു യുണീക്ക് ആണ്, ബട്ട് ഇറ്റ് ആക്ച്വലി റിമൈൻഡ്സ് യു a lot of things as well. എന്നെ പരിചയമുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് റിമൈൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ദ വേ യു കൈൻഡ് ഓഫ് പാക്കേജ്ഡ് ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, താങ്ക് യു. ഇല്ല, അങ്ങനെ കാര്യമായിട്ട് റെഫറൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റീരിയോ ടൈപ്പിൻ്റെ പിന്നാലെ പോകണ്ടെന്നായിരുന്നു. ഇൻറ്റ്യൂഷൻ വൈസ് എന്ത് ചെയ്യാൻ തോന്നുന്നോ അതിനുവേണ്ടി പിന്നാലെ പോവുക, ആസ് ഒറിജിനൽ ആസ് പോസിബിൾ, അതിനുവേണ്ടി ട്രൈ ചെയ്യുക. എത്രത്തോളം ഒറിജിനൽ ആവുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, അത് പ്രേക്ഷകർക്ക് കണ്ടിട്ട് അവരുടെ അഭിപ്രായം ഫോം ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പരിമിതികളുള്ളിൽ വെച്ചുകൊണ്ട് എത്രത്തോളം എല്ലാ രീതിയിലും, അത് കാസ്റ്റിംഗ് ചോയ്സ് ആയിക്കോട്ടെ, നരേറ്റീവ് പോകുന്ന പോക്കായിക്കോട്ടെ, അതിൻ്റെ സീനുകൾ സ്റ്റേജ് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ, ഒരു ഗ്രാമറിനെ ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഇതിങ്ങനെയാണ് ഒരു സിനിമയിൽ കൈകാര്യം ചെയ്ത് പോകേണ്ടതെന്നുള്ള ഒരു ഒബ്ലിഗേഷൻ, ഒരു പ്രീ കൺസീവ്ഡ് ഒരു കൺവെൻഷണൽ ഫോമാറ്റ് ഉണ്ടെങ്കിൽ അതൊന്നും ബോദർ ചെയ്യേണ്ട. നമുക്കുള്ളിൽ എന്ത് ഫീൽ ചെയ്യുന്നോ അതിന് ട്രസ്റ്റ് ചെയ്തങ്ങ് പോവുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളതായിരുന്നു. മ്യൂസിക്കിൻ്റെ കേസിൽ റെഫറൻസ് അല്ല, പക്ഷേ ഞാൻ ഞാൻ ഇൻ്റർവ്യൂസിൽ പറയാറുണ്ടായിരുന്നു, ക്ലൈമാക്സ് എഴുതുന്ന സമയത്ത് അതിനെ ഡ്രൈവ് ചെയ്തത് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞ സിനിമയിലെ 528491 എന്ന് പറയുന്നൊരു OST കേട്ടുകൊണ്ടായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് എഴുതിയത്. അപ്പോൾ അത് ഇന്ന് കാണുന്ന ഈ ക്ലൈമാക്സിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്തെത്താൻ അത് വല്ലാതെ മോട്ടിവേറ്റഡുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. അതിന് പകരം ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു റാൻഡം ട്രാക്കാണ് കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ കഥ വേറെ ഒന്നായേനെ എന്നും ഫീൽ ചെയ്യുന്നു.
എന്തായാലും ഒരു കാര്യം പറയാം, ഇപ്പോൾ എനിക്ക് ഒരു 10-25ഓളം റെഫറൻസ് ട്രാക്കുകൾ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുജുബിക്കായിട്ട് ഇൻട്രാക്റ്റീവ് വരുമ്പോൾ ഫോർ മോർ ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വന്നാൽ കേൾപ്പിക്കാൻ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നുപോലും ഞാൻ കേൾപ്പിച്ചിട്ടില്ല, കേൾപ്പിക്കേണ്ടി വന്നിട്ടില്ല. ആൻഡ് ഞാനിത് രണ്ടും പുള്ളി ചെയ്തു വന്ന ഒറിജിനൽ പീസും ഓൾറെഡി എന്തൊക്കെ റെഫറൻസ് ഉണ്ടായിരുന്നു അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ എടുത്ത റെഫറൻസുകളെല്ലാം ഹോളിവുഡ് പടങ്ങളിലുള്ളതായിരുന്നു. അതിനേക്കാളെല്ലാം വേ ഹയർ ആയിട്ടുള്ള സ്കോർസാണ് മുജീബിക്ക് ഇതിനു വേണ്ടി ചെയ്തത്. ഒരു മുൻ മാതൃകളില്ലാത്ത, മറ്റൊരു സിനിമയിൽ എടുത്തിട്ടില്ലാത്ത രീതിയിലുള്ള അപ്രോച്ചിലുള്ള സ്കോറുകൾ തന്നെ, ഒറിജിനൽ പീസസുകളായിരുന്നു മുജീബിക്ക ഇതിലെല്ലാം ചെയ്തിട്ടുള്ളത്. താങ്ക് യു മുജീബിക്ക. ഒരു ചോദ്യം കൂടി. ഹായ് ഗൈസ്, ബ്രില്യൻ മൂവി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാഹുലിനോട് എൻ്റെ ചോദ്യം. ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു, ഡയലോഗ് ആദ്യം വരും, പിന്നെ ഒരു കാര്യം, പിന്നെ ലാസ്റ്റാണ് സ്റ്റോറി താനേ വരുന്ന പോലെ. അത് എങ്ങനെയാ, ലൈക്ക് ഹൗ ഡസ് ദാറ്റ് വർക്ക്? ആദ്യം ഡയലോഗ് വന്ന് അവസാനം എങ്ങനെയാ സ്റ്റോറി? അതെൻ്റെ ഒരു സൂത്രപ്പണിയാണ്, കള്ളപ്പണിയാണ്. എനിക്കങ്ങനെ കഥ ആലോചിച്ചുണ്ടാക്കാനുള്ളൊരു ബ്രെയിൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനതൊരു എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ കാണുന്നത് കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്ത് പോവുക. ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഒരു കാര്യം പറയുക, അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ സെക്കൻഡ് ക്യാരക്ടർ പറയുക. അതങ്ങനെയുള്ള അവരുടെ ഗിവ് ആൻഡ് ടേക്കിനിടയിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഫോമായി വരും. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് പോലെ അടുത്തടുത്ത സീനുകൾ എഴുതി പോവുക. അപ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു പണിയാണ്. ബിക്കോസ് നമുക്ക് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആവണ്ട. ഇതെങ്ങനെ ഇൻ്റർവെല്ലിൽ മുട്ടിക്കും, ഇതെങ്ങനെ ആർക്ക് കറക്റ്റ് ആകുമോ, ഇത് 3 ആക്ട് 2 ആക്ട് 3 ആക്ട് 4 ആക്ട് 5 ആക്ട് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സേവിങ് ദ ക്യാരക്ടർ അറിഞ്ഞൂടാ, മറ്റേ എന്തൊക്കെയുണ്ടല്ലോ ഡാർക്കസ്റ്റ് അവർ ഓഫ് ദ ഹീറോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ അറിവില്ലായ്മ നല്ല രീതിയിൽ ഗുണം ചെയ്യാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രേക്ഷകനും തന്നെയാണ് എക്കോ എന്ന സിനിമയുടെ വിജയം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ആ നല്ല അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് സംശയമുണ്ടാകുന്ന മറുപടികൾ നിങ്ങൾ തന്നെ കണ്ടെത്തി കുറിച്ച വരികൾ, മറ്റുള്ളവരോട് പറഞ്ഞ ആ വാക്യങ്ങളൊക്കെ തന്നെയാണ് എക്കോയുടെ വിജയം. ഇന്ന് എക്കോ ഏകദേശം ലോകവ്യാപകമായി 25 കോടിയിൽ പരം രൂപ തന്നെ കളക്ട് ചെയ്ത് മുന്നേറുകയാണ്. ആ സന്തോഷവും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമ്മളോടൊപ്പം ചേർന്ന് നിന്ന ഓരോ പ്രിയപ്പെട്ട പ്രേക്ഷകനും എക്കോ ടീമിൻ്റെ നന്ദി. താങ്ക് യു.